നമസ്കാരം. ഇന്നത്തെ വീഡിയോയില് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒരുമിച്ച് മാവരയ്ക്കുക. ഈ മാവ് വെച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ഡലിയും ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ നന്നായിട്ട് കറുമുറുന്നനുള്ള ദോശയും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1½ കപ്പ് ഇഡ്ഡലി അരിയാണ് ഇട്ടുകൊടുക്കുന്നത്. ദോശയ്ക്കും കൂടിയും നമ്മൾ ഈ മാവ് ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് പച്ചരി എടുക്കുന്നുണ്ട്. അപ്പോൾ അതേ കപ്പ് അളവിന് 1½ കപ്പ് പച്ചരിയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. അപ്പോൾ ഇഡ്ഡലി അരിയും പച്ചരിയും ഒരേ അളവായിരിക്കണം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട്. വേറെ ഒരു ബൗളിലേക്ക് അതേ കപ്പ് അളവിന് 1 കപ്പ് ഉഴുന്നും പരിപ്പ് ഇട്ടുകൊടുക്കുകയാണ്. അപ്പോൾ അരിയും ഉഴുന്നും പരിപ്പിൻ്റെയും റേഷ്യോ വന്നിട്ട് 3 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്നും പരിപ്പ്. അരിനെ നന്നായിട്ടൊരു 3 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. ഒരു 8 മണിക്കൂർ കുതിരാൻ വെക്കണം. അതേപോലെ ഉഴുന്നിനെ ഒറ്റ പ്രാവശ്യം കഴുകാൻ പാടുള്ളൂ. കൂടുതൽ കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ പശ പോകുമ്പോൾ മാവ് നന്നായിട്ട് പൊന്തി വരില്ല. അപ്പോൾ ഉഴുന്നിനെയും 8 മണിക്കൂർ വേറൊരു ബൗളിൽ കുതിരാൻ വെക്കുന്നുണ്ട്. മാവ് അരയ്ക്കുന്ന സമയത്ത് അതേ കപ്പ് അളവിന് 1 കപ്പ് പുഴുങ്ങലരി ചോറോ അല്ലെങ്കിൽ പച്ചരി ചോറോ കൂട്ടി അരയ്ക്കാൻ മറക്കരുത്. ഗ്രൈൻഡറിൽ വെച്ചിട്ടാണ് ഞാൻ അരച്ചിരിക്കുന്നത്. ഗ്രൈൻഡറിൽ വെച്ചരച്ചാൽ നന്നായിട്ട് മാവ് പൊന്തി വരും. എന്നു വെച്ചാൽ മാവ് അരയ്ക്കുമ്പോൾ ചൂടാവില്ല. മിക്സിയിൽ അരയ്ക്കുകയാണെങ്കിൽ ചൂടാവാണ്ട് അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അരച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള മാവ് ഉപ്പിട്ടിട്ട് ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു മിനിമം 8 മണിക്കൂറെങ്കിലും ഫെർമെൻ്റ് ആവാൻ വെക്കണം. 8 മണിക്കൂർ ഫെർമെൻ്റ് ആയതിൻ്റെ ശേഷം ഇതുപോലെ നന്നായിട്ട് മാവ് പൊന്തി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. ഞാനിവിടെ ഇഡ്ഡലി പ്ലേറ്റ് വെളിച്ചെണ്ണ വെച്ചിട്ട് ഗ്രീസ് ചെയ്യാണ്. ഇതിലേക്ക് ഓരോന്നായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഡ്ഡലി കുക്കറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് വരുമ്പോൾ ഈ മാവ് ഒഴിച്ച് വെച്ച തട്ടിനെ അതിലേക്ക് ഇറക്കി വയ്ക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ സ്റ്റീം നമുക്ക് കയറ്റാം. 10 മിനിറ്റ് ആയതിൻ്റെ ശേഷം നന്നായിട്ട് ഇവിടെ ഇഡ്ഡലി പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ സാമ്പാറിൻ്റെ കൂടെയോ നമുക്ക് ഇഡ്ഡലി നന്നായിട്ട് കഴിക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും. ബാക്കിയുള്ള മാവിനെ ഉപ്പ് ചേർക്കാതെ തന്നെ അപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കണം. പിന്നെ പിറ്റേ ദിവസം ദോശ ഉണ്ടാക്കുമ്പോൾ അന്ന് തലേദിവസം രാത്രി അതിനെ പുറത്തെടുത്തിട്ട് മാവ് പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് കൂട്ടി വെക്കണം. എന്നിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കിയാൽ ദോശ നന്നായിട്ട് കറുമുറുന്നനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മാവ് അരച്ചിട്ട് ഇഡ്ഡലിയും ദോശയും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇഡ്ഡലി അരിയും ദോശ അരിയുടെയും അളവ് ഒന്നായിരിക്കണം, ഈക്വലായിരിക്കണം. അത് വെച്ചാൽ പിന്നെ 3 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്നും പരിപ്പ് എടുക്കണം. മിനിമം 8 മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കണം. കുതിർന്നതിന് ശേഷം ആവശ്യത്തിനുള്ള മാവിൽ ഉപ്പ് ചേർത്തിട്ട് കൂട്ടി വയ്ക്കുക. എന്നിട്ട് 8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കേണ്ടി വരും. അപ്പോഴാണ് നല്ല ഇഡ്ഡലിയും നല്ല കറുമുറുന്നുള്ള ദോശയും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ തണുത്ത പ്രദേശങ്ങളിലാണെങ്കിൽ മാവ് അങ്ങനെ പൊന്തി വരില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള മാവ് ഉപ്പ് ഇട്ടിട്ട് കൂട്ടിയതിന് ശേഷം 8-1 ഭാഗം ടീസ്പൂണിൽ സോഡാപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അവിടെയും കൂടി നല്ല സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.